കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കാക്കയുടെയും കുറുക്കന്റെയും രസകരമായ ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കാക്കപ്പെണ്ണ് പറന്ന് ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്നു. താഴെ കുറെ കുട്ടികൾ നിന്ന് കളിക്കുകയാണ്. അതാ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു നെയ്യപ്പം. എന്തു രസമുള്ള നെയ്യപ്പം! കാക്ക മനസ്സിൽ വിചാരിച്ചു. കാക്കപ്പെണ്ണ് കുഞ്ഞിന്റെ നെയ്യപ്പം തഞ്ചത്തിൽ റാഞ്ചിയെടുത്ത് ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്ന് കൊത്തി തിന്നാൻ തുടങ്ങി. അപ്പോൾ മരച്ചോട്ടിൽ അതാ ഒരു സുന്ദരനായ കുറുക്കൻ കാക്കപ്പെണ്ണിന്റെ നെയ്യപ്പം കൊതിയോടെ നോക്കി. കാക്കപ്പെണ്ണ് കുറുക്കൻ തന്നെ നോക്കുന്നത് കണ്ട് അഭിമാനം കൊണ്ടു. തന്റെ സൗന്ദര്യത്തിലാണ് കുറുക്കന്റെ കണ്ണെന്നാണ് ആ പാവം ധരിച്ചത്. എന്നാൽ നെയ്യപ്പത്തിലായിരുന്നു കുറുക്കന്റെ നോട്ടം. നെയ്യപ്പം തട്ടിയെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. കാക്കപ്പെണ്ണ് നെയ്യപ്പം കാലുകൊണ്ട് ചവിട്ടി പിടിച്ചാണ് കൊത്തി വലിച്ചിരുന്നത്. കാക്കപ്പെണ്ണിനെ കൊണ്ട് നൃത്തം ചവിട്ടിച്ചാൽ അപ്പം താഴെ വീഴും. സൂത്രശാലിയായ കുറുക്കൻ മനസ്സിൽ കരുതി. കുറുക്കൻ പറഞ്ഞു, കാക്കപ്പെണ്ണെ, നീ എന്തൊരു സുന്ദരിയാണ്! നീ ഒന്ന് നൃത്തം ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കുമെന്നോ. ഇത് കേട്ട ഉടനെ കാക്ക അപ്പം കൊക്കുകൊണ്ട് എടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറുക്കൻ പറഞ്ഞു, നൃത്തം അതിഗംഭീരമായിരിക്കുന്നു. പക്ഷെ നിന്റെ പാട്ടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. കാക്കപ്പെണ്ണിന് വീണ്ടും അഭിമാനം തോന്നി. തന്റെ പാട്ടും കുറുക്കൻ കേൾക്കട്ടെ. അവൾ അഹങ്കാരത്തോടെ പാടാൻ വേണ്ടി വാ തുറന്നതും നെയ്യപ്പം താഴെ വീണു. കാക്കപ്പെണ്ണ് ആട്ടവും പാട്ടും നിർത്തി നെയ്യപ്പം എടുക്കാൻ താഴോട്ട് പറന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യാനാണ്? അപ്പോഴേക്കും നെയ്യപ്പം കുറുക്കൻ തട്ടിയെടുത്തു കഴിഞ്ഞിരുന്നു. അവൻ കുറ്റിക്കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞപ്പോഴാണ് പാവം കാക്കപ്പെണ്ണിന് കാര്യം മനസ്സിലായത്. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മുഖസ്തുതി കേട്ട് മയങ്ങുന്നവർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിക്കും.